അപ്പോൾ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. അതൊരു ബാങ്കിൻ്റെ മുൻ സെക്രട്ടറിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ഗൗരവമുള്ളതാണ്. മുൻ സെക്രട്ടറി പറഞ്ഞതും വളരെ ഗൗരവമുള്ള കാര്യം. പക്ഷേ ED എവിടം വരെ പോകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ED ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു നടപടി കേരളത്തിൽ ഇതുവരെ കാണുന്നില്ല. കേരളത്തിൽ ഇഴഞ്ഞു പോവുകയാണ്. കരുവണ്ണൂർ കയറിയിട്ട് തന്നെ കാലം കുറേയായി. അപ്പോൾ ഈ കൊടുത്ത മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമോ, തുടർ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളിപ്പോഴും സംശയാലുക്കളാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ അവിടെ ഉള്ള മന്ത്രിമാരെ ഉൾപ്പെടെ അകത്താക്കാൻ നോക്കുന്ന ED, അതായത് BJP വിരുദ്ധരകത്താക്കാൻ നോക്കുന്ന ED ഇവിടെ BJPക്ക് വേണ്ടി ഒരു അന്തർധാരയ്ക്കാണോ ശ്രമിക്കുന്നത് എന്നുള്ള വിശ്വാസം അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികളൊക്കെ ഞങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ EDയുടെ പ്രവർത്തനങ്ങളോടൊന്നും ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകളെ ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല. ഇവിടെ പക്ഷേ അന്തർധാരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനോട് അതിനേറെ വിയോജിപ്പുണ്ട്. ഏതായാലും കാര്യങ്ങൾ കാത്തിരുന്ന് കാണും. ED പറഞ്ഞ കാര്യങ്ങളൊക്കെ P. രാജീവ് നിഷേധിച്ചിട്ടുണ്ട്. അതുണ്ട്. അത് പിന്നെ ആരും ഞാൻ തെറ്റിയതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ. പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമാണ്. പാർട്ടി ഒരു ബാങ്ക് പൂർണ്ണമായിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് ഒരുപാട് സാധാരണക്കാരൻ്റെ നിക്ഷേപമുള്ളൊരു സഹകരണ പ്രസ്ഥാനത്തിന് സ്വന്തം പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി അവർ ദുരുപയോഗം ചെയ്തത്, കേന്ദ്രത്തിലൊരു സഹകരണ വകുപ്പുണ്ടാക്കി സംസ്ഥാനങ്ങളിൽ നിയന്ത്രണത്തിന് ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു വടി കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങളൊക്കെ അതിനെതിരാണ്. കേന്ദ്രം ഈ സഹകരണ വകുപ്പ് രൂപീകരിക്കുന്നതിന് ഒക്കെ ഞങ്ങളെതിരാണ്. കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മഹാഭൂരിപക്ഷവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഘങ്ങളുടെ കുഴപ്പം കാരണം സഹകരണ രംഗത്തിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയെ ഞങ്ങൾ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇന്ന് കേന്ദ്രത്തിന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ, കരുവണ്ണൂർ ബാങ്കിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ കണ്ടില്ലേ എന്ന് പറയാൻ അവസരം ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ സഹകരണ രംഗത്തിനെ കുളം തോണ്ടാൻ നമ്മൾ സഹായിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ ഈ ബാങ്കിലെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് കാണുന്നത്. ഒന്ന്, നിക്ഷേപകരെ വഞ്ചിക്കുക. ഒരുപാട് ആളുകൾ സാധാരണക്കാരെ ആശ്രയിക്കുന്ന മേഖലയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഈ പ്രസ്ഥാനത്തിന് തന്നെ ക്ഷീണമാണ്. രണ്ടാമത്, സഹകരണ പ്രസ്ഥാനത്തിനെ പൂർണ്ണമായിട്ടും കേന്ദ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഒരു ന്യായീകരണം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ രണ്ടിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. അതുകൊണ്ട് ഇത് അപകടം പിടിച്ചൊരു കളിയാണ് കരുവണ്ണൂരിൽ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ EDയുടെ അന്വേഷണം ഏതുവരെ പോകുന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കിപ്പോഴും സംശയമുണ്ട്.